വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ചൊവ്വാഴ്ച ക്ലാസ് നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 11:30 മണിയായി. അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ടാകാനും ആ കാര്യം പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് തുടർച്ചയായി മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാം എന്നാണ് കരുതുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള നമ്മുടെ ക്ലാസ്സിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനമായ കാര്യങ്ങൾ സ്വർഗത്തിലെ നദികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, നദികളെ കുറിച്ചല്ല എന്ന് തോന്നുന്നു. അന്ന് നമ്മൾ സംസാരിച്ചത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ലഭിക്കുന്ന ഏറ്റവും ചെറിയതും വലിയതുമായ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, അവയുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം നമ്മൾ ചിന്തയിലാണ്ടിരുന്നത്. തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അത് കേൾക്കാനും മനസ്സിലാക്കുവാനും മാറാവട്ടെ. പിന്നെ സ്വർഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഖുർആൻ അതിൻ്റെ പദം തന്നെ ജന്നത്ത് എന്നതാണ്. അവിടെ ഏറെ തോപ്പുകളുണ്ട്. ഈ തോപ്പുകൾ ഓരോ ആളുകൾക്കും ലഭിക്കുന്ന സ്വർഗാനുഭൂതിക്കനുസരിച്ചുള്ള വൈവിധ്യതകളും അതുപോലെ തന്നെ ആനന്ദകരവും ആസ്വാദ്യകരവുമായിരിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. സ്വർഗത്തിലുള്ള ഓരോരുത്തർക്കും ലഭിക്കുന്ന തോപ്പുകൾ അവരുടേതായ നിലപാടുകൾക്കനുസരിച്ച് അതിൻ്റെ മഹത്വത്തിലും വ്യത്യാസമുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു അഅലം. അന്ന് നമ്മളൊരു സൂചന പറഞ്ഞു വെച്ചു. ബദർ യുദ്ധത്തിൽ ഒരു അപരിചിതന്റെ അമ്പേറ്റ് വീണ രക്തസാക്ഷിയായ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനോട്, കേൾക്കുന്നുണ്ടോ? ഓക്കെ. മാതാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, യാ ഉമ്മ ഹാരിസ ഇന്നഹ ജിനാനും ഫിൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൽ എമ്പാടും തോപ്പുകളുണ്ട്. വൈന ഇബ്നകി അസ്വാബൽ ഫിർദൗസ് അൽ അഅല, ഏറ്റവും ഉന്നതമായ ഫിർദൗസ് ആണ് നിങ്ങളുടെ മകൻ കരസ്ഥമാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്തു അർ-റഹ്മാനിലൂടെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ മുമ്പിലുള്ള നൃത്തത്തെ ഭയപ്പെട്ടവൻ ആരോ അവന് വേണ്ടി ജന്നത്താൻ, 2 തോപ്പുകളുണ്ട്. അല്പം കൂടി കഴിഞ്ഞിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞു വമിൻ ദൂനിഹിമ ജന്നത്താൻ, അവ രണ്ടിനും പുറമെ വേറെ 2 തോപ്പുകൾ കൂടിയുണ്ട്. അപ്പോൾ 4 തോപ്പുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ 4 തോപ്പുകളും ജന്നത്തുൽ ഫിർദൗസിലെ തോപ്പുകളാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ജന്നത്തുൽ ഫിർദൗസിൽ 4 തോപ്പുകളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജന്നത്താനി, 2 തോപ്പുകൾ അവയിലുള്ള വസ്തുക്കളും പാത്രങ്ങളും ഉൾപ്പെടെ
സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ 2 തോപ്പുകൾ. വജന്നത്താനി മിൻ ഫില്ല, വെള്ളി കൊണ്ടുള്ള 2 തോപ്പുകളുമുണ്ട്. ആനിയതുഹുമ വമാ ഫിഹിമ, അതിലുള്ള പാത്രങ്ങളും അതിലുള്ള മറ്റു വസ്തുക്കളുമൊക്കെ വെള്ളി കൊണ്ടുള്ളതുമായ 2 തോപ്പുകളുണ്ട്. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനമായ ജന്നത്തുൽ ഫിർദൗസിലെ 4 തോട്ടങ്ങളിൽ 2 സ്വർണം കൊണ്ടുള്ളതും 2 വെള്ളി കൊണ്ടുള്ളതുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഫലങ്ങൾ, തോട്ടങ്ങളിൽ വൈവിധ്യതകളും ആനന്ദകരവും വ്യത്യസ്തതകളും ഉള്ളതുപോലെ അവിടെ നമുക്ക് ലഭിക്കുന്ന ഫലവർഗങ്ങളും കായ്കനികളും വ്യത്യസ്തവും വൈവിധ്യമായ വിവർണമായ രുചികളുമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ഖുർആൻ പാപമോചനവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഫലങ്ങളുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. വലഹും ഫിഹാ മിൻ കുല്ലി സമറാത്ത് വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കവിടെ എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും കായ്ക്കനികളിൽ നിന്നുമുണ്ട്. മിൻ കുല്ലി സമറാത്ത്, എല്ലാറ്റിൽ നിന്നും അവർക്കവിടെയുണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവിടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്തുമുണ്ട്. എന്ന് വെച്ചാൽ പാപമോചനം തേടി അള്ളാഹുവിന്റെ സാമീപ്യം തേടിയവർക്കുള്ള കായ്ക്കനികൾ, അവർക്ക് ഏത് വർഗത്തിൽപ്പെട്ട ഏത് ഇനത്തിൽപ്പെട്ട കായ്ക്കനികളാണോ വേണ്ടത് എല്ലാം അവിടെയുണ്ട്. ഖുർആൻ ഫാക്കിഹത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളാണുള്ളത്. വഫാക്കിഹത്തിൻ കസീറ, ധാരാളമായ ഫലങ്ങൾ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ലാ മഖ്തൂഅത്തിൻ നിലച്ചു പോകാത്തതാണ്, വലാ മംനൂഅത്തിൻ തടയപ്പെടാത്തതുമാണ്, തടസ്സപ്പെടാത്തതുമാണ്. അവിടെ നമുക്ക് കായ്ക്കനികളില്ലാത്ത ഒരു സാഹചര്യവുമില്ല. കായ്ക്കനികൾ ഉണ്ടായാൽ പോരല്ലോ, അത് തടയപ്പെടാതിരിക്കുകയും വേണം. അത് രണ്ടിന്റെയും വിശേഷണത. ലാ മഖ്തൂഅ വലാ മംനൂഅ, നിലച്ചു പോവുകയില്ല, കായ്ക്കനികളില്ലാത്ത കാലഘട്ടമില്ല. ഒപ്പം തന്നെ വലാ മംനൂഅ, തടസ്സപ്പെടുത്താത്തതുമായ അവസ്ഥയിലാണത് കിട്ടുക. പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞു സൂറത്തുർ റഅദിലെ, ഉക്കുലുഹാ ദായിമുൻ വദില്ലുഹാ, അതിന്റെ കനികളും അതിന്റെ തണലുകളും ശാശ്വതമാണ്, ഒരിക്കലും നിലച്ചു പോവുകയില്ല, എന്നെന്നും എപ്പോഴും എങ്ങനെയും ആഗ്രഹിക്കുന്നത് പോലെ. വഫവാക്കിഹ മിമ്മാ യശ്തഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന ഫലങ്ങൾ, പഴങ്ങൾ അവർക്ക് അവിടെ കിട്ടും. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിൽ നിന്ന്, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം നിങ്ങൾ ആഹ്ലാദത്തോടു കൂടി ഇഷ്ടമുള്ളത് തിന്നോളൂ, കുടിച്ചുകൊള്ളൂ എന്ന് ഖുർആൻ അവരോട് പറയുന്നതായിട്ട് നമ്മെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിരുന്നു. ഇനി പഴം പറിച്ചെടുക്കാനും പ്രയാസപ്പെടേണ്ട, അത് കൈവശപ്പെടുത്താനും വിഷമിക്കേണ്ടതില്ല. വദുല്ലിലത്ത് കുതൂഫുഹാ തദ്ലീല, അത് പറിച്ചെടുക്കാൻ സൗകര്യപ്പെടുത്തപ്പെട്ട വിധത്തിലാണതുള്ളത്. അങ്ങനെ ഖുർആൻ ഒരുപാട് മെച്ചങ്ങളായിട്ട് ഗുണങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. വഅംദദ്നാഹും ബിഫാക്കിഹത്തിൻ വലഹമിൻ മിമ്മാ യശ്തഹൂൻ, സൂറത്തു തൂറിൽ അല്ലാഹു പറയാം, വഅംദദ്നാഹും ബിഫാക്കിഹ, നാം അവർക്ക് പഴങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. വലഹമിൻ മിമ്മാ യശ്തഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന മാംസത്തിൽ നിന്നും, ഇഷ്ടപ്പെടുന്ന മാംസങ്ങൾ, ഇഷ്ടപ്പെടുന്ന പഴങ്ങൾ, അതവർക്ക് അല്ലാഹു അവന്റെ ദാനമായി നൽകുന്നു. അതുപോലെ തന്നെ പക്ഷികളുടെ മാംസങ്ങൾ, വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന പക്ഷികളുടെ മാംസവും അല്ലാഹു അവർക്ക് നൽകുമെന്ന് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചില ജൂത സംഘങ്ങൾ വന്ന് പ്രവാചകനോട് സ്വർഗത്തിൽ ലഭിക്കപ്പെടുന്ന ആഹാരത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടതായി ഹദീസുകളിൽ കാണാം. ആദ്യമായി ഭക്ഷണം നൽകപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്സ്യത്തിന്റെ കരളാണ് എന്ന്. ഞാൻ ആദ്യം പറഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന പേരുകൾ നാമം
അനുഗ്രഹങ്ങളുമായിട്ട് ഒത്തുവരുന്നുള്ളൂ. അതിലെ ഓരോന്നും വ്യത്യസ്തങ്ങളാണ്. അവയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതുമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇത് പേര് നമ്മളിവിടെ കാണുന്ന മത്സ്യത്തിന്റെ ഈ വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയ കരളല്ല ഈ കരൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും രുചിയുള്ളതും ആനന്ദകരവുമായ ഒരു പ്രത്യേക തരം കരളാണത്. ആ കരളാണ് ആദ്യമായി. അതുപോലെ നല്ല കാളയുടെ മാംസവും അവിടെ അവർക്ക് ലഭിക്കും. അങ്ങനെ വിവിധങ്ങളായ മാംസങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അന്നപാനങ്ങളെ സംബന്ധിച്ചുമൊക്കെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ചിലത് സൂചനയായിട്ട് പേരുകൾ കൊണ്ട് യോജിക്കുന്നതാണെങ്കിൽ കൂടി നമ്മുടെ ചിന്തക്ക് വിധേയമാക്കിയിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതൊക്കെയുള്ളപ്പോൾ മനുഷ്യൻ നേരെ താല്പര്യപ്പെടുന്നത് ഈ അരുവികളും ആറുകളുമൊക്കെയുള്ള ആനന്ദകരമായ ആസ്വാദ്യകരമായ സാഹചര്യങ്ങളെയാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ മിക്ക സ്ഥലങ്ങളിലും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് സൂചിപ്പിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒരേറെ വിശേഷം തന്നെയാണ്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഇന്ന് താല്പര്യപ്പെടുന്ന സംഗതിയും അത് തന്നെ. അപ്പോൾ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള നദികളെ സംബന്ധിച്ച്. ഇപ്പോൾ മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാർ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ من خمر لذة للشاربين وأنهار من عسل مصفى. അല്ലാഹു അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് നമ്മളെ അനയിക്കുമാറാവട്ടെ. മസലുൽ ജന്നത്തി അല്ലത്തി വഇദൽ മുത്തഖൂൻ, സൂക്ഷ്മത പുലർത്തപ്പെടുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് കരാർ ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ. ഫിഹ, അവിടെയുണ്ട്, അൻഹാറുൻ, നദികളുണ്ട്, ആറുകളുണ്ട്, മിമ്മാഇൻ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത ജലങ്ങളുള്ള, പകർച്ച വരാത്ത വെള്ളമുള്ള നദികളാണ് അവിടെയുള്ളത്. ഇവിടെ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത എന്ന് പറഞ്ഞത് ഒരു അശുദ്ധിയോ ഒരു അറപ്പോ ഇല്ലാത്ത, താല്പര്യവും കുളിർമയും ആകർഷണീയത്വവും താല്പര്യവുമുള്ള രൂപത്തിൽ നദി. ഏതൊരു വിശ്വാസിക്കും ആ നദിയിലേക്ക്, ആ നാറിലേക്ക് ചെല്ലാനും അത് ആസ്വദിക്കുവാനുമുള്ള താല്പര്യം ജനിക്കത്തക്ക വിധത്തിൽ വെറുപ്പോ പ്രയാസമോ പേടിയോ ആശങ്കയോ ഇല്ലാത്ത അത്തരത്തിലുള്ള വെള്ളം അവർക്കുണ്ട്. വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി വ്യത്യാസം വരാത്ത പാൽ കൊണ്ടുള്ള നദികളുമുണ്ട്. പാല് നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ രുചി വ്യത്യാസം വരും, അണുബാധ പെട്ടെന്ന് ഏൽക്കാൻ സാധ്യതയുള്ളതാണ് നദി. എന്നാൽ ഈ പാല്, എന്നാൽ സ്വർഗത്തിലെ പാല് പേരുകൊണ്ട് മാത്രമേ തുല്യമാകൂ. അങ്ങനെ അണുക്കൾ ബാധിക്കുന്നതോ അല്ലെങ്കിൽ രുചിഭേദം വരുന്നതോ ആയതല്ല, നല്ല രുചിയുള്ളതായ, എങ്ങനെ ഒരിക്കലും രുചിയിൽ വ്യത്യാസം വരാത്തതായ പാലുകൊണ്ടുള്ള നദികളും അവിടെയുണ്ട്. വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായി രുചിക്കാവുന്ന മദ്യത്തിന്റെ നദികളും അവിടെയുണ്ട്. മദ്യം ഇവിടുത്തെ മദ്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യമായാലും പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഫലമാണെങ്കിലും പേരുകൊണ്ട് മാത്രം യോജിക്കാവുന്ന, നമ്മുടെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹീതമായ ആ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അപ്പോൾ കുടിക്കാൻ പാകത്തിൽ, തലവേദനയില്ലാത്ത, ലഹരി ബാധിക്കാത്ത, ബുദ്ധിയുടെ നിലപാടുകൾ തകിടം മറിക്കാത്ത ആസ്വാദ്യകരമായ മദ്യത്തിന്റെ നദികളാണ് അവിടെയുള്ളത്. വ അൻഹാറും മിൻ അസലിൻ മുസഫ, നാലാമതായി ഖുർആൻ പറഞ്ഞത് വ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ നദികളും. ഇവിടെയുള്ള ഒരു ലഹരിയോ മറ്റുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള
ഒരു പ്രയാസങ്ങളോ ഇല്ലാത്ത വിധം വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സൂറത്ത് മുഹമ്മദ് എന്ന അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി അവരുടെ ഈ നദികൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാനും അതിനെ തിരിച്ചുവിടാനും ഓരോരുത്തർക്കും സാധിക്കുന്ന വിധത്തിലുള്ള ആധിപത്യവും സാമ്രാജ്യവും അവിടെ ഉണ്ടാകും എന്നതാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനൊക്കെ പുറമെ അവർക്ക് കുടിക്കാൻ ആവശ്യമായ പാനങ്ങളും അവിടെയുണ്ട്. വിവിധങ്ങളായ തടാകങ്ങളും അരുവികളും മാത്രമല്ല, അവർക്ക് പാനപാത്രങ്ങളും അതുപോലെ തന്നെ പാന തടാകങ്ങളും അവർക്കുണ്ട്. ഇന്നല്ലബറാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. പുണ്യം ചെയ്യുന്ന ആളുകൾ യശ്റബൂന മിൻ കഅസിൻ പാനപാത്രത്തിൽ നിന്നും അവർ കുടിക്കുന്നതാകുന്നു. കാന മിസാജുഹാ കാഫൂറാ, അതിന്റെ ചേരുവകൾ കർപ്പൂരം കൊണ്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നമ്മളെന്ന് കാണുന്ന കർപ്പൂരമല്ല, ആസ്വാദ്യകരമായ, ഒരിക്കലും തന്നെ മുഷിപ്പ് വരാത്ത, വെറുപ്പ് തോന്നാത്ത അത്തരത്തിലുള്ള അനുഗ്രഹീതമായ സുഗന്ധങ്ങളും നല്ല ഉന്നതമായ രുചികളും കൂട്ടിക്കലർത്തിയ ചേരുവകളുള്ള പാനപാത്രം അവർക്ക് അവിടെ കുടിക്കാൻ കിട്ടും. യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അവിടെയുള്ള ആ ഐന് അതെന്താണ്? യശ്റബു ബിഹാ ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകൾ അതിൽ നിന്നും കുടിക്കും. യുഫജ്ജിറൂനഹാ തഫ്ജീറാ, അതൊരു പൊട്ടിയൊഴുകൽ ഒഴുകുന്നതാണ്. ആളുകൾക്ക് ആവശ്യമുള്ള ഇടത്തേക്ക് അതിനെ നയിക്കാവുന്നതാണ്. വയുത്വാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫില്ല, അതിനു പുറമെ അവർക്ക് ചുറ്റും നടക്കുന്ന, അവരെ ചുറ്റി നടക്കുന്ന നല്ലതായിട്ടുള്ള പാനപാത്രങ്ങൾ. വയുത്വാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫില്ല, വെള്ളി കൊണ്ടുള്ള പാത്രം കൊണ്ട് അവർക്ക് ചുറ്റപ്പെടുന്നതാകുന്നു. വ അക്വാബിൻ, കോപ്പകളുമായിട്ട്. കാനത്ത് ഖവാരീറ, അത് സ്ഫടികങ്ങളാണ്, സ്ഫടികമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. ഖവാരീറ മിൻ ഫില്ലത്തിൻ ഖദ്ദറുഹാ തഖദീറ, എല്ലാറ്റിനും അല്ലാഹു ഒരു അളവ് വെച്ചിട്ടുണ്ട്. ആ അളവിന്റെ ആ തോതുകൾ അത് നമ്മുടെ നിയന്ത്രണത്തിലോ മറ്റോ അല്ല. അർഹമുറഹിമായ റബ്ബിന്റെ തൗഫീഖും അവന്റെ അനുഗ്രഹവുമാണ്. അങ്ങനെ അതിൽ നിന്ന് ആളുകൾ കുടിക്കും. അതേപോലെ തന്നെ വേറെ സ്ഥലത്ത് വയസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, നേരത്തെ കാഫൂറ, ഇപ്പൊ സൻജബീല, ഇഞ്ചിനീരിന്റെ രുചിയും ആസ്വാദ്യകരവും ആനന്ദകരവും. പറഞ്ഞല്ലോ, ഇവിടത്തെ ഇഞ്ചിയല്ല, പേരുകൊണ്ട്. ഐനം ഫീഹാ തുസമ്മാ സൽസബീല, സൽസബീൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഐനാണ് അത്. ആ പേര് നാമകരണം, അതിൽ നിന്നാണ് ഈ പാനജലങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത്. പിന്നെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അരുവികളും ഈ ആറുകളും ഈ ആനന്ദങ്ങളും അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദാനമാണ്, അവന്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ റബ്ബിന് നൽകിയിട്ടുള്ള ശുക്ർ, അവനോട് നാം കാണിക്കുന്ന ശുക്ർ എന്താണെന്ന് ഓരോരുത്തർക്കും പരിശോധിച്ചാൽ അറിയാം. നമുക്കിതിന് അർഹതയുണ്ടോ, അവകാശമുണ്ടോ? തീർച്ചയായും നമ്മുടെ മനസ്സ് പറയും, ഇല്ല, നമുക്കതിന് അവകാശമില്ല. എന്നാലും നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്താൽ അള്ളാഹു നമുക്ക് നൽകും. അങ്ങനെ നൽകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, തേടുകയാണ്. ഇനി വ്യത്യസ്തങ്ങളായ ആസ്വാദനങ്ങളാണ് അവർക്കുള്ളത്. അവിടെ അവർക്ക് മുഷിപ്പുകളൊന്നുമില്ല, അവിടെ അവർക്ക് മന്ദപ്പുകളൊന്നുമില്ല. ഉന്മേഷവും താല്പര്യവും ആക്ടിവിറ്റിയും അവിടെ ഉണ്ടാകും എന്നാണ് ഖുർആൻ പറയുന്നത്. അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ, സ്വർഗ്ഗക്കാർ അന്നത്തെ ദിവസം ഫീ ശുഗലിൻ ഫാകിഹൂൻ, സുഖാസ്വാദനത്തിന്റെ ശുഗലുകളിലാവും, ജോലികളിലാവും. അവരിങ്ങനെ അവർക്ക് താല്പര്യമുള്ള തൊഴിലുകൾ അവർക്ക്. ഒരു വിശ്വാസി
സ്വർഗത്തിലുള്ള ഒരാൾ കൃഷി ചെയ്യാൻ അനുവാദം ചോദിക്കുന്നതൊക്കെ ഹദീസിൽ കാണാം. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് ആസ്വാദ്യകരമായ ആനന്ദകരമായ ശുഗലുകളിൽ അവർ അവരും അവരുടെ ഇണകളും എന്ത് ചെയ്യുന്നു? തണലുകളിൽ പരസ്പരം അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അലങ്കൃതമായ കട്ടിലുകളിൽ, പ്രത്യേകമായ തണലുകളിൽ ചാരിയിരുന്ന് ആസ്വദിച്ച് ആനന്ദിച്ച് അവർ അത്തരത്തിലുള്ള ശുഗലുകളിൽ ഏർപ്പെട്ടിരിക്കും. പരസ്പരമുള്ള സല്ലാപവും ആനന്ദവും പങ്കുവെക്കലുകളുമായി പരസ്പരം പുഞ്ചിരിച്ചും ആനന്ദിച്ചും കഴിഞ്ഞുകൂടും. എവിടെ? അലൽ അറായികി മുത്തക്കിഊൻ, അലങ്കൃത കട്ടിലുകളിൽ ചാരിയിരുന്നു കൊണ്ട്. ലഹും ഫിഹാ ഫാക്കിഹ വലഹും മാ യദ്ദഊൻ, അവർക്കവിടെ ആവശ്യമായ എല്ലാ പഴങ്ങളുമുണ്ട്. അതിന് പുറമെ എന്തവർ ആവശ്യപ്പെടുന്നോ, പഴങ്ങളെന്നല്ല, എന്തവർ ആവശ്യപ്പെടുന്നോ, വലക്കും ഫിഹാ ലഹും ഫിഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത് എന്തോ എല്ലാം അവിടെയുണ്ട്. എന്നിട്ട് റബ്ബിന്റെ ഒരു ആശീർവാദം കൂടി, സലാം, നിങ്ങൾക്ക് രക്ഷ, ഖൗലം മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ രക്ഷിതാവിന്റെ വാക്ക്, നിങ്ങൾക്ക് സലാം എന്ന ആസ്വാദ്യകരമായ. അവിടെ ഒരു മുഷിപ്പില്ല, അവിടെ ഒരു ടൈമിന്റെ പ്രശ്നമില്ല, അവിടെ മറ്റുള്ള ജോലികളിൽ പോകണമല്ലോ എന്ന ആശങ്കകളില്ല. എന്തിനും എല്ലാറ്റിനും നമുക്ക് സേവകന്മാരുണ്ട്. വിശുദ്ധരായ മലായിക്കത്തുകൾ റഹിമുല്ലാഹ്, അവർ പോലും നമുക്ക് സേവനം ചെയ്യുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ജോലി എടുക്കുമ്പോൾ, തൻ്റെ ഇണയുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഇണകൾക്ക് സ്വാഭാവികമായും വീട്ടിലെ ജോലികൾ, അവരുടെ മറ്റു ശുഗലുകൾ, അതവർക്ക് അവരുടെ ഇണകളുമൊത്തുള്ള സല്ലാപത്തിന് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ഒരു പ്രയാസവുമില്ലാത്ത, എത്ര നേരവും ഏതൊരു വിധേനയും ആനന്ദിക്കുവാൻ ആവശ്യമായ സാഹചര്യമാണ് സ്വർഗലോകത്തിലുള്ളത്. അവിടെ നമുക്ക് ഒരു വിസർജന സ്ഥലത്തേക്ക് പോകേണ്ടതില്ല. അതുപോലെ തന്നെ അവിടെ നമുക്ക് നാം ഭക്ഷണം കഴിച്ച പാത്രം കഴുകേണ്ടതില്ല. അങ്ങനെ ഒന്നിനും ഒരു മുടക്കവുമില്ലാത്ത, എല്ലാം ആവശ്യപ്രകാരം താല്പര്യപ്രകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹാലോകം. ആ കട്ടിലുകൾ എങ്ങനെ? അതും ഖുർആൻ പറഞ്ഞു. അലാ സുറുറിൻ മൗലൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അലാ സുറുറിൻ മൗലൂന, സ്വർണ്ണനൂല് കൊണ്ട് നെയ്തെടുത്ത കട്ടിലുകളാണ് അവർക്കുള്ളത്. സ്വർണ്ണനൂല് കൊണ്ട് നെയ്തെടുത്ത കട്ടിലുകളാണ് അവർക്കുള്ളത്. ഇന്ന് നമ്മള് ഒരു ആഭരണം കെട്ടാൻ, കഴുത്തിൽ ഒരു ആഭരണം വെക്കാൻ, ഒരു ചെറിയ കമ്മലിടാൻ എത്ര പ്രയാസപ്പെടുന്നു. എന്നാൽ അവർക്ക് ഈ ആനന്ദകരമായതെന്തും അവിടെയുണ്ട്. അവർക്കുള്ളിരിക്കുന്ന നൂല് പരസ്പരം കണ്ടുകൊണ്ട് അവർ അവിടെ അങ്ങനെ ചാരിയിരിക്കും, മുഖത്തോട് മുഖം ചേർന്ന് ആനന്ദകരമായിരിക്കും. ഇണകളെക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലഹും ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. വിശുദ്ധരായ ഇണകൾ, അവർ അവിടെ ശാശ്വതരാണ്. ഒരിക്കലും ഒരു ശങ്കയ്ക്കും വകയില്ലാത്ത, എല്ലാം കൊണ്ടും വിശുദ്ധമായ, സംസ്കൃതമായ, എല്ലാ പോരായ്മകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട, സൂക്ഷിക്കപ്പെട്ട മുത്തുമാണിക്യങ്ങളെ പോലുള്ള ഇണകൾ അവർക്കവിടെയുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്. ഹദായിഖ വ അഗ്നാബ, തോപ്പുകളും മുന്തിരിവള്ളികളുമുണ്ട്. വകവാഇബ അത്റാബ, സമപ്രായക്കാരായ, അതുപോലെ തന്നെ അവരുടെ സ്തനത്തുടിപ്പുകളുള്ള, ആകർഷണീയത്വമുള്ള ഇണകൾ അവർക്കവിടെയുണ്ട്. വക്അസൻ ദിഹാഖ, നിറഞ്ഞ കോപ്പുകളും അവിടെയുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, വ്യാജമെന്ന് മാത്രമല്ല, ഒരു അനാവശ്യവും ഒരു വേണ്ടാ സംസാരവും കേൾക്കുക പോലുമില്ല. നേരിട്ട് കേൾക്കണമെന്നില്ല,
മറ്റൊരാളെപ്പറ്റി പറയുന്നത് പോലും കേൾക്കേണ്ട സാഹചര്യമില്ലാത്ത അള്ളാഹുവിന്റെ പ്രതിഫലം, ഒത്ത സമ്മാനം, എല്ലാം യോജിച്ചത് ഓരോരുത്തർക്കും എത്ര വിധത്തിൽ, ഏതളവിൽ, എങ്ങനെ ഖദർ അള്ളാഹു വെച്ചു. ഹദീസിൽ നമുക്ക് ഇവരുടെ മഹത്വങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്, നബി പറഞ്ഞു, ലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഇത്വലഅത് ഇലാ അഹ്ലിൽ അർള്, സ്വർഗക്കാരിൽപ്പെട്ട ഒരു സ്ത്രീ അവളെങ്ങാനും ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ലഅളാഅത് മാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിൽ മുഴുക്കയും അത് പ്രകാശം നിറക്കുന്നതാകുന്നു. വലമലഅതുഹു റീഹ, അവളുടെ സുഗന്ധം അവിടെ ആകെയും നിറയും. വലനസീഫുഹ അലാ റഅസിഹ, അവളുടെ തലയിലുള്ള ശിരോവസ്ത്രം ഖൈറും മിനദ്ദുനിയാ വമാ ഫിഹാ. അല്ലാഹു അക്ബർ. ഖൈറും മിനദ്ദുനിയാ വമാ ഫിഹാ, അവളുടെ ശിരോവസ്ത്രം ആകാശഭൂമികളെക്കാൾ ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്. അതാണ് അവരുടെ പ്രത്യേകത എന്ന്. സൗന്ദര്യത്താൽ യുറാ മുഖ്ഖുസാഖിഹാ മിൻ വറാഇ ലഹ്മിഹാ, മാംസത്തിന്റെ പിന്നിലൂടെ അവളുടെ ഈ കണങ്കാലിന്റെ അത് വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. മിനൽ ഹസ്ൻ, സൗന്ദര്യത്താൽ എന്ന. അവർ അള്ളാഹുവിനെ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. അവർക്കൊരിക്കലും പകയുണ്ടാവുകയില്ല. അവരൊരിക്കലും തന്റെ കൂട്ടുകാരിയുടെ അവകാശത്തെ തട്ടിയെടുക്കുകയില്ല. തുപ്പുകയോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുകയോ ചെയ്യേണ്ടതില്ല. അവർക്കവിടെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങളാണുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ അംശാത്തുഹുമുദ്ദഹബ്, സ്വർണം കൊണ്ടുള്ള ചീർപ്പ്, അതുപോലെ തന്നെ അവിടെ പുകക്കൊള്ളികൾ സ്വർണം കൊണ്ടുള്ളത്, മുത്തുകൊണ്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇത് കാണാം. എത്രത്തോളമെന്നോ അവരുടെ വിയർപ്പുകൾ പോലും കസ്തൂരിയേക്കാൾ സുഗന്ധം കൊണ്ട് നിറക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലുള്ള ആളുകൾ അവിടെ പ്രവേശിക്കും. എങ്ങനെ അവർ ഏറ്റവും ജുർദം മുറുദ, ഏറ്റവും മൃദുലവും തെളിഞ്ഞതുമായ അവസ്ഥയിൽ, ഒരു കുശുമ്പുമില്ലാതെ, ഒരു വെറുപ്പുമില്ലാതെ, ഒരു ഹസദമോ വിദ്വേഷമോ ഇല്ലാതെ, കണ്ണെഴുതിയ രൂപത്തിൽ മുക്കഹിലീന. മാത്രമല്ല നബി പറഞ്ഞു, സലാസിൻ ബസലാസീൻ, 33 വയസ്സാണ് എല്ലാവരുടെയും പ്രായം, വാർദ്ധക്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വൃദ്ധയായ സ്ത്രീ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൃദ്ധകളാരും സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ അവർ വിഷമിച്ചപ്പോൾ പറഞ്ഞു, വൃദ്ധയായിട്ട് പോകൂല എന്നതാണ്, എല്ലാവർക്കും യൗവനമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വാർദ്ധക്യത്തിന്റെ ചുളിവുകളോ അതിന്റെ ദൗർബല്യങ്ങളോ അതിന്റെ ആലസ്യമോ വിഷമങ്ങളോ ക്ഷീണമോ ഒന്നും ബാധിക്കാത്ത താല്പര്യമുള്ളവരായി തീരും അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞു. ഒരു നബി പറയാണ്, സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലേക്കും നരകത്തിലുള്ളവർ നരകത്തിലേക്കും പ്രവേശിക്കും. സ്വർഗക്കാരോടായി വിളിച്ചു പറയും, യുനാദി മുനാദിൻ ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു, നിങ്ങൾക്കൊരു രോഗവുമില്ലാത്ത വിധം നല്ല ആരോഗ്യവാന്മാരായിരിക്കുന്നു നിങ്ങൾ, അബദ, എല്ലാ കാലം. ഇന്നലക്കും അൻ തഹയൗ വലാ തമൂതു അബദ, ഇനി ഒരിക്കലും നിങ്ങൾ മരിച്ചു പോകേണ്ടതില്ല, എന്നെന്നും നല്ലതായ ജീവിതം ആസ്വദിക്കാവുന്നതാണ്. വഇന്നലക്കും അൻ തശിബു ഫലാ തഹ്റമു, നിങ്ങൾക്ക് എന്നെന്നും നിത്യയൗവനമുണ്ട്, ഒരിക്കലും തന്നെ വാർദ്ധക്യം വേണ്ട. വഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമുണ്ട്, ഒരു പ്രയാസവും ബാക്കിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൂതൻ അവരോട് വിളിച്ചു പറയും. അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആ ആനന്ദകരമായ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ, അവന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ ഓശാരം കൊണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസില്
ഖുർആന്റെ ഒരു വചനം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? വനൂദു അൻ യൽതുക്കും അൻ തിൽക്കുമുൽ ജന്നത്തു ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. വനൂദു അൻ തിൽക്കുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ എന്ന ആയത്ത് കൂടി ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഷർഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഹീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു അവരോട് ചോദിക്കും. എന്താ യഖൂലു അല്ലാഹു തബാറക വ തആല തുരീദൂന ശൈഅൻ അസീദുക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് വല്ലതും ഇനി ആവശ്യമുണ്ടോ, വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കൂടുതലായി? ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹനാ, റബ്ബേ ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചു തന്നില്ലയോ? അലം തുദ്ഖിലനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലയോ? വതുൻജിനാ മിനന്നാർ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലയോ? ഇതിനേക്കാളും വേറെന്താ എന്നിങ്ങനെ അവർ ചോദിക്കുമ്പോൾ ഫയക്ഷിഫുൽ ഹിജാബ മിമ്മാ ഊതു, യുക്ഷിഫുൽ ഹിജാബ, അപ്പോ അള്ളാഹു അവരുടെ മറയെ എന്ത് ചെയ്യുന്നു? നീക്കുന്നു. ഫമാ ഊതു ശൈഅൻ ഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, ഉന്നതനായ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ പ്രിയങ്കരമായതൊന്നും തന്നെ അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അത്ര ആനന്ദകരമാണ്, ആസ്വാദ്യകരമാണ് സഹോദരങ്ങളെ. അവർ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറയുന്നു. വഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും നീക്കം ചെയ്ത, ഞങ്ങൾക്ക് പുറത്തു തരികയും നന്ദി കാട്ടുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സർവസ്തുതിയും എന്നവിടെ വെച്ച് പറയും. ഞങ്ങൾ ഈ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ മിൻ ഫദ്ലിഹി, അവന്റെ ഓശാരം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ ഏറ്റവും സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ കുടിയിരുത്തിയവനായ അല്ലാഹു. ലാ യമസ്സുനാ ഫീഹാ നസബുൻ, ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്, ഒരു ക്ഷീണവും ഇല്ലാത്ത അങ്ങനത്തെ ലോകത്ത് ഞങ്ങളെ താമസിപ്പിച്ചവൻ. വഖാൽ അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദ, ഞങ്ങളോടുള്ള കരാറുകൾ സത്യപ്പെടുത്തിയ, സത്യസന്ധമാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അവർ പറയും. പിന്നെ വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സൗകര്യം നൽകി തന്ന, ഞങ്ങൾക്ക് അനന്തരം നൽകിയ ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, തൊഴിലെടുക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും ഖുർആനും നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോന്നും പ്രത്യേകം ഭാഗങ്ങളായി പരാമർശിച്ചാൽ തന്നെ തീരാത്തത്രമാത്രം വിശാലമാണ്. നബി പറഞ്ഞു, ലാ യതഅവ്വതൂന വലാ യംതഖിതൂന വലാ യബൂലൂന, അവിടെ മൂക്ക് ചീറ്റേണ്ടതില്ല, അവിടെ മലമൂത്ര വിസർജനത്തിൻ്റെതില്ല. അങ്ങനത്തെ ഉന്നതമായ, ആനന്ദകരമായ, ആസ്വാദ്യകരമായ, അവൽ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഹൂൻ, മനസ്സെന്ത് മോഹിക്കുന്നോ ഒക്കെയും അവർക്കവിടെയുണ്ട്. അവർ എന്താവശ്യപ്പെട്ടോ എല്ലാം അവിടെ റെഡിയാണ്. അങ്ങനത്തെ ആ സ്വർഗം, ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ എന്ത് വേണം? എന്താണ് നമ്മൾ വേണ്ടത്? ഖുർആൻ നമ്മളോട് പറഞ്ഞു, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുക, അവനിലേക്ക് അടുക്കാനുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, മനസ്സിന്റെ സർവ കാപ്പട്യങ്ങളെയും സർവ കറകളെയും സർവ വിദ്വാശങ്ങളെയും നീക്കം ചെയ്ത് സ്ഫടികം പോലെ ശുദ്ധമായ മനസ്സുമായി അള്ളാഹുവിലേക്ക് അടുക്കുക. ജന്നത്തുൽ ഫിർദൗസ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്
കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ വിരുന്ന്, സൽക്കാരം, അത് ആ വിശ്വാസികൾക്കുള്ള സൽക്കാരം ജന്നത്തുൽ ഫിർദൗസ് ആണ്. ഖാലിദീന ഫീഹാ, അവർ എന്നും അതിൽ ശാശ്വതരാണ്. റബ്ബേ, ഞങ്ങളെ അതിൽ നീ ഉൾപ്പെടുത്തണേ. അവർ ഉദ്ദേശിക്കുകയില്ല, കരുതുകയില്ല. അങ്ങനത്തെ എന്നെന്നും നിലകൊള്ളുന്ന താല്പര്യമുള്ള ഓരോ നിമിഷങ്ങളും പുതുമയും അതുപോലെ തന്നെ ആനന്ദങ്ങളും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ലോകമാണ് ജന്നാത്തുൽ ഫിർദൗസ്. പിന്നെ ആരാണോ ഈ സ്ഥാനത്തെത്തുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, അവർ നിഷ്കളങ്കമായ ആരാധനകൾ നിർവഹിക്കണം. മൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. മൻ കാന, ആര് ഉദ്ദേശിക്കുന്നുവോ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന്, മൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, തന്റെ രക്ഷിതാവുമായുള്ള ആ ലിഖാഇനെ ആര് പ്രതീക്ഷിക്കുന്നുവോ, ആരാഗ്രഹിക്കുന്നുവോ, അവൻ എന്ത് ചെയ്യണം? ഫലിയഅമൽ അമലൻ സ്വാലിഹ, അവൻ സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കട്ടെ, സൽപ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ രക്ഷിതാവിന്റെ ആരാധനയിൽ ഒന്നിനെയും അവൻ പങ്കുചേർക്കരുത്. ഈ ആയത്തിന്റെ മുഫസ്സിറുകൾ ഷിർക്കുൽ അസ്ഗറുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഗോപ്യമായ ഷിർക്കിലേക്കാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അഥവാ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, നാം ചെയ്യുന്ന ആരാധനകൾ മറ്റുള്ളവർ കാണുമ്പോൾ അതിൽ ഒരു പ്രത്യേകമായ സ്ഥാനവും പരിഗണനയും നൽകുന്ന ഒരവസ്ഥ നമ്മുടെ ആരാധനകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടാവില്ല. അവർ ഷിർക്ക് ചെയ്യുന്നവരാണ്, ഷിർക്കുൽ അസ്ഗർ ചെയ്യുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അള്ളാഹു ഈ മഹാപാപികളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുറാഹിമായ തമ്പുരാന്റെ ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് റബ്ബ് നമ്മളെ അവന്റെ വിശാലമായ അനുഗ്രഹീതമായ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവിധ പോരായ്മകളും എല്ലാവിധ ദൗർബല്യങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അർഹമുറാഹിമായ തമ്പുരാനെ, സ്വർഗമെന്ന നിന്റെ ഓശാരത്തിന് വേണ്ടി റബ്ബേ ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ്. നിന്നോടല്ലാതെ റബ്ബേ ഞങ്ങൾക്ക് യാചിക്കുവാനില്ല. റബ്ബേ, നീയാണ് പരലോകത്തിന്റെ ഉടമസ്ഥൻ, നീയാണ് സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ. അർഹമുറാഹിമായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ആ സ്വർഗലോകം നൽകണേ. റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ഗുരുക്കന്മാരും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ മുഴുവൻ ആളുകൾക്കും റബ്ബേ നിന്റെ ഓശാരമായി നിന്റെ ഇസ്തിഗ്ഫാറും റഹ്മത്തും ചൊരിയണമേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയരായവരുണ്ട്. ശാരീരികമായോ മാനസികമായും കുടുംബപരമായും സാമൂഹികമായും വിവിധങ്ങളായ എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്ന ആലിമുൽ-അല്ലാമായ റബ്ബേ, എല്ലാറ്റിനും ഒരു പരിഹാരം നൽകുകയും നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ബറകാത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وسلام على المرسلين والحمد لله رب العالمين. السلام